വീഡിയോ ഇട്ടത്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും, സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് വന്നു. മേലെ നമുക്ക് ഹൈവേ മാറി, താഴെ ഒരു ഹൈവേ മാറി, മേലെ നമുക്കൊരു ഹൈവേ ഉണ്ട്. അല്ല, വിമാനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾ ഓർക്കും. വിമാനങ്ങൾ നമ്മുടെ എല്ലാം കൗതുകമാണ്. ആകാശത്തൂടെ പറന്നു പോകുന്ന ഈ ലോഹപക്ഷിയെ അത്ഭുതത്തോടെ നമ്മൾ എന്നും നോക്കി നിൽക്കും. നമ്മുടെ രാജ്യത്ത് 148 കോടി ജനങ്ങളുണ്ട്. അതിൽ 1% പോലും വിമാനത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ വിമാനം പറപ്പിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ഒരു ജോലി, അത്ഭുതകരമായ ഒരു ജോലിയായിട്ട് നമ്മൾ കാണാറുണ്ട്. പൈലറ്റിനെ നേരിട്ട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഞാനൊരു പൈലറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പൈലറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ്, 21 വയസ്സിൽ പൈലറ്റായി. അശ്വത് പുഷ്പൻ എയർ അറേബ്യയുടെ പൈലറ്റാണ്. മലയാളിയായ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അശ്വത് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിമാനത്തെക്കുറിച്ച്, വിമാനം പറക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ചോദിക്കാനുണ്ട്. അശ്വത്, ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. അശ്വതിനെ ഞാൻ പരിചയപ്പെടുന്നത് അശ്വതിൻ്റെ അച്ഛൻ വഴിയാണ്. അതെ, എൻ്റെ സുഹൃത്താണ് പുഷ്പൻജി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരിക്കൽ യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. അതെ, നിങ്ങളുടെ കൊയിലാണ്ടിയിലെ റിസോർട്ടിൽ വെച്ചിട്ട്. അതെ. അപ്പോൾ ഏതായാലും അതിനുശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു ദിവസം അശ്വതിനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം എന്ന് ആലോചിച്ചിരുന്നിട്ട് പുഷ്പൻജിയോട് സംസാരിക്കുമ്പോഴാണ് അശ്വത് വരുന്നു എന്നറിയുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ വിമാനയാത്ര എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലെ മഹാഭൂരിപക്ഷത്തിനും ഒരു സ്വപ്നം മാത്രമാണ്. 1% ആളുകൾ പോലും, ഞാൻ പറഞ്ഞ പോലെ 148 കോടിയിൽ 1 കോടി ആളുകൾ വിമാനത്തിൽ പറന്ന് കാണത്തില്ല. ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മേഖലയാണ് വ്യോമയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ അറിയേണ്ടത്, അശ്വത് എങ്ങനെയാണ് പൈലറ്റായത് ഒരു ഡ്രീം വെച്ചാണ്. ചെറുപ്പത്തിൽ മുതൽ ഞങ്ങൾ ആദ്യം ദുബായ് വീട്ടിൽ ഞങ്ങളൊരു എയർപോർട്ടിൻ്റെ അടുത്തായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നിൽക്കുമ്പോൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന കാണും. എന്നിട്ട് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് ഡിസപ്പിയർ ആയി പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എങ്ങോട്ടേക്കായി പ്ലെയിൻ പോകുന്ന പറന്നെങ്ങനെ ചെറുതായി ഇല്ലാണ്ടാവും. അത് തന്നെ. അപ്പോൾ അവരിനെ സ്റ്റാർട്ട് ചെയ്തൊരു ബഗ്ഗാണ് പറയുക, ലൈക്ക് ഒരു ഡ്രീം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്കൂളിൽ പഠിച്ചു. ഒരു പൈലറ്റ് ആവണം എന്നുള്ള മോഹം ചെറുതിലേ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേരൻസ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ആരും പറഞ്ഞില്ല ഇത് ചെയ്യേണ്ട, ഇത് ഡേഞ്ചറസ് ആണെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവരിനെ വെച്ച് റിസർച്ചൊക്കെ ചെയ്തപ്പം ഒരു എയർലൈനിലുള്ള കാഡറ്റ് പ്രോഗ്രാം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. 17 ആകുമ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം ഒക്കെ ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. +2 കഴിഞ്ഞാൽ പൈലറ്റ് ആവാം അല്ലേ? അതെ, +2 കഴിഞ്ഞിട്ട് പിന്നെ അതിൽ എൻട്രൻസിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ആദ്യം മെഡിക്കൽ ചെക്ക് ചെയ്യും. നമ്മൾ ഫുൾ ക്ലാസ് 1 മെഡിക്കലാണ് അതിന് പറയാം. അത് ഫുൾ എല്ലാ വർഷം ചെയ്യുന്ന ഒരു ടോപ്പസ്റ്റ് മെഡിക്കൽ ടെസ്റ്റാണത്. അല്ല, ഇടയ്ക്ക് +2-ന് ഏത് പ്രത്യേക ബ്രാഞ്ച് വേണമെന്നുണ്ടോ? സയൻസ് ബ്രാഞ്ചും കോമേഴ്സ് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. ഇല്ല, ഏത് +2 പഠിക്കുന്നവർക്കും പൈലറ്റ് ആവാം. ആർക്കും. ആകെ മെയിൻ തിങ് എൻട്രൻസ് എക്സാം പാസ്സാവണം. പക്ഷേ ഇന്ത്യയിൽ അത് വേറെ ഇതാണ്. ഇന്ത്യയിൽ സയൻസ് വേണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ഞാൻ ആ ഓർമ്മയിലാണ് ചോദിച്ചത്, ഇവിടെ സയൻസ് വേണം. അതാണ്. അപ്പോൾ കോമേഴ്സ് ചെയ്ത ആൾക്കാരും ഞാൻ പണ്ട് റിസർച്ച് ചെയ്തപ്പോൾ പറഞ്ഞ നമുക്ക് സയൻസ് എക്സാം എഴുതാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അക്കാഡമിയിൽ ലൈക്ക് അങ്ങനത്തെ പ്രിഫറൻസ് ഇല്ല, ഏത് ബ്രാഞ്ച് ആയാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആദ്യം മെഡിക്കൽ, പിന്നെ റിട്ടേൺ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്. വെച്ചാൽ നമ്മളൊരു ജോയ്സ്റ്റിക്ക് ഹോൾഡ് ചെയ്യും. നമ്മൾ ലെഫ്റ്റ് കാണിക്കുമ്പോൾ ബോൾ റൈറ്റിലേക്ക് പോകും. നമ്മൾ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അക്കാഡമിയിൽ. അതിൽ ഫസ്റ്റ് 8 to 9 months തിയറിയാണ്. ഫുൾ ഏവിയേഷൻ്റെ ബേസിക്സും ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ പ്ലെയിൻ സെസ്ന 172 പറയും. 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു പ്ലെയിൻ. നമ്മുടെ ഇവിടുത്തെ ഫ്ലൈറ്റിലെ പോലൊക്കെ സെസ്നയാണ്. അതാണ്. അവരിനെ സ്റ്റാർട്ട് ചെയ്യും. അതിലൊരു 3-4 months അതിൽ ട്രെയിനിങ് അയക്കും. അതിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ. ഒരു 3 hours നമ്മൾ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യും, ആരും ഇല്ലാണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമുലേറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. വെച്ച ശരിക്കുള്ള പ്ലെയിനിൻ്റെ ഒരു സെസ്ന കഴിഞ്ഞിട്ടാണ് സിമുലേറ്റർ. അതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഡ്രൈവിങ്ങിന് വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് സിമുലേറ്ററാണ്. അതാണ്, നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മൾ സിമുലേറ്റർ അഗൈൻ ഒരു 6 to 8 months ഉണ്ടാവും. ഒക്കെ മെയിൻലി ഫെയിലിയേഴ്സും എൻജിൻ ഫെയിലിയറും ഫയർ വന്നാലും പിന്നെ നമ്മളൊരു ലാൻഡിങ് ഗിയർ പോയാൽ എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യേണ്ട ഫുൾ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കുള്ള പ്ലെയിനിൽ വീണ്ടും ഒരു 4-5 months ട്രെയിനിങ് ഉണ്ടാവുക. അത് നമ്മൾ ഫൈനൽ എക്സാം റിലീസ് ചെയ്താൽ പിന്നെ നമ്മളൊരു പ്രോപ്പർ ഫസ്റ്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യും എയർലൈനിൽ. അശ്വത് ഇപ്പോൾ ആകെ എത്ര മണിക്കൂർ പറഞ്ഞു? എനിക്കിപ്പോൾ 1300 മണിക്കൂറായി. ഇനിയും കുറേ പോകാനുണ്ട്. മണിക്കൂർ ഇനിയും ബിൽഡ് ചെയ്യണം.
ഒരു ക്യാപ്റ്റൻ ആവണമെങ്കിൽ ഒരു 4000 hours വേണം. അതൊരു another 2-3 years കൂടി. ഇപ്പോൾ ഫസ്റ്റ് ഓഫീസറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫീസർ. ഇതെന്താ വ്യത്യാസം? ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫസ്റ്റ് ഓഫീസർ റൈറ്റ് സീറ്റിലാണ്, ക്യാപ്റ്റൻ ലെഫ്റ്റ് സീറ്റിലാണ്. ക്യാപ്റ്റനാണ് ഫൈനൽ ഡിസിഷൻ. എന്ത് പറഞ്ഞാലും ക്യാപ്റ്റൻസ് ദ ഫൈനൽ പേഴ്സൺ. പക്ഷെ നമ്മളെയും എക്സ്പീരിയൻസ് വെച്ച് നമ്മളെയും രണ്ടാളും കൺസൾട്ട് ചെയ്യും. പിന്നെ ഈ കോക്പിറ്റിൽ ഒരാൾ മാത്രം പ്ലെയിൻ ഓടിക്കാൻ പറ്റില്ല, രണ്ടാളെ മൈൻഡ് വേണം എപ്പോഴും. അപ്പം ഫസ്റ്റ് ഓഫീസർ വെച്ചാൽ ഞങ്ങൾ ഏവിയേഷനിൽ പറയുക ട്രെയിനിങ് ക്യാപ്റ്റനായിട്ടാണ് പറയാം. ഇയാൾ റൈറ്റ് സീറ്റിൽ 3 സ്ട്രൈപ്പ് ഉണ്ടാവും, ലെഫ്റ്റിലിരിക്കുന്ന ആൾക്ക് 4 സ്ട്രൈപ്പ് ഉണ്ടാവും ഇവിടെ ഷോൾഡറിൽ. അതാണ് മെയിൻ ഡിഫറൻസ്. ക്യാപ്റ്റൻ എപ്പോഴും മോർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള. അതെ, 4000 മണിക്കൂറെങ്കിലും മിനിമം പറഞ്ഞിട്ടുള്ള ആളാണ്. അതാണ്. അപ്പോൾ അശ്വത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സെസ്നയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ തനിച്ച് പറന്നു വന്നു. അങ്ങനെ ആദ്യമായിട്ട് തനിച്ച് പറക്കാൻ പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഭയം ഉണ്ടായിരുന്നോ? ഭയം പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഉണ്ടാവും. കാരണം ഒരു പ്ലെയിന് നമ്മൾ മേലോട്ടേക്ക് പോവാണ്. പക്ഷെ അന്ന് ആ സീറ്റിൽ ഇരുന്നപ്പോൾ ആദ്യമായിട്ടായി ടേക്ക് ഓഫ് ആകുമ്പോൾ ഒരു ഉള്ളിലൊരു വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സ്വന്തം എല്ലാം ഒരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു ആഹ്ലാദമോ സന്തോഷമോ അല്ലേ? അത് ആദ്യം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒക്കെ ബാക്കിലത്തെ ഒക്കെ അല്ല പഴയ പഠിക്കുന്ന സമയത്തിലൊക്കെ മെമ്മറീസ് ഇങ്ങനെ വന്നിരിക്കും. ഒക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ സമയത്ത് ഇങ്ങനെ എത്താൻ പറ്റില്ല. നമുക്കൊരു അഭിമാനം തോന്നും. അതുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ ഒരു സെൻസ് ഓഫ് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതെ അതെ, ഈ ഒരു മെഷീൻ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ വേറെ ഫീലിംഗ് ഞാൻ പറഞ്ഞ മതി ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ നിറഞ്ഞ് കവിയുന്നൊരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ പോവാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, എന്നോട് അച്ഛൻ എനിക്ക് അയച്ചു തന്നു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും, സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് വന്നു. അതായത് പ്രേക്ഷകരെ നിങ്ങൾ അറിയണം, അശ്വതിൻ്റെ ഫ്ലൈറ്റ് പോവാണ്. പെട്ടെന്ന് കോക്പിറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മൈക്ക് എന്നല്ലേ പറയുന്നത്, അങ്ങനെയല്ലേ പറയുന്നത്, ടെലിഫോൺ പോലെയുള്ള സാധനം, നമ്മളെ PA സിസ്റ്റം, PA സിസ്റ്റം, പബ്ലിക് അഡ്രസ് സിസ്റ്റം, അതെടുത്ത് PA സിസ്റ്റം എടുത്തിട്ട് പറയുന്നു, ഞാൻ പ്രിയപ്പെട്ട യാത്രക്കാരെ, എനിക്ക് ഈ വിമാനത്തിൽ ഒരു പ്രത്യേക അതിഥിയുണ്ട്, വളരെ പ്രിയപ്പെട്ട ഒരു പേഴ്സൺ ഉണ്ടെന്ന് പറയുന്നു. എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോൾ ആരാ വന്നത്? എൻ്റെ അമ്മ. വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ? അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്ന സീൻ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അമ്മ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, അമ്മ എന്ത് പറഞ്ഞു അങ്ങനെ വിളിച്ചപ്പോൾ? അമ്മ കരുതിയിരുന്നോ ഇങ്ങനെ വിളിക്കുമെന്ന്? ഇല്ല, അമ്മയ്ക്ക് ഞങ്ങൾ എപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഞാൻ ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ പറയാനും അമ്മേനോ അച്ഛനാലും എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം പ്ലെയിനിൽ കയറണം. കാരണം നമ്മൾ കുറെ വേറെ പൈലറ്റുമാരും ഇങ്ങനെ ചെയ്യും. അമ്മയുടെ പേരെന്താ? സുമ. അപ്പോൾ അമ്മ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും. അതെ, അമ്മേനെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പറയുണ്ടായി, ഈ വീഡിയോ കണ്ടില്ല നമ്മളും ഇങ്ങനെ ചെയ്യും. ഏച്ചിനോരും പറയും, ഞാനായി ഒക്കെ നമ്മൾ ഫുള്ള് പ്രിപ്പയർ ചെയ്ത് ചെയ്യും. പിന്നെ ഒരു ദിവസം ലക്ക് കാരണം ഒരു ഫ്ലൈറ്റ് കിട്ടി അമ്മേനോട്. അപ്പോൾ ഫുൾ ടൈം അമ്മയ്ക്ക് അറിയില്ല ഇത് ഞാൻ ഫ്ലൈറ്റിലുണ്ടെന്നൊക്കെ. അമ്മ അറിഞ്ഞിരുന്നില്ല? ഇല്ല, അമ്മയ്ക്ക് തീരെ അറിയാതെ വന്ന് ഫ്ലൈറ്റ് കയറിയതാണ്. അതാണ്. അത് എവിടേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു? അമ്മ അന്ന് ബാക്കു അസർബൈജാന് പോവായിരുന്നു, ഫ്രണ്ട്സിനൊരു ട്രിപ്പ്. അപ്പം അന്ന് ഞാൻ അമ്മയുണ്ടെന്ന് അശ്വതൻ അറിയായിരുന്നു? എനിക്കറിയാം, അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മയ്ക്ക് അറിയില്ല ഞാൻ ഫ്ലൈറ്റിലുണ്ടെന്ന്. എന്നിട്ട് അമ്മ വന്നപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ്, അമ്മേനെ തീരെ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അമ്മയോട് ചോദിക്കാമായിരുന്നു, ക്യാമറയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. ഏതായാലും എനിക്കും അത് കണ്ടപ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും ഭയങ്കര ത്രിൽഡായി. കാരണം ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്. ആകാശത്ത് വെച്ചാണ് അല്ലേ അമ്മയെ ഇങ്ങനെ കാണാം. മകൻ തൊട്ട് മുന്നിൽ വന്നിട്ട് പറയുന്നു, അമ്മ ഞാൻ ഈ വിമാനം പറത്തുന്നത് ഞാനാണ്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീനാണ്. അപ്പോൾ ഏതായാലും ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ വിമാനമൊക്കെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ലോകം മൊത്തം പോയിട്ടുണ്ട്. യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, ഇന്ത്യ. അങ്ങനെ കൊച്ചി വരാറുണ്ടോ? കൊച്ചിയിൽ വരലുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂ ഒക്കെ വരത്തില്ലേ? ജെറ്റ് ലാഗ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മറികടക്കും? അത് നോർമലി നമ്മൾക്ക് ഉറങ്ങണം, ഉറങ്ങണം. പിന്നെ റിക്കവറി ചെയ്യണം. അല്ല, വിമാനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾ ഉറങ്ങുമോ? ദൈവമേ, കാരണം ഞങ്ങൾക്ക് പറഞ്ഞ കൺട്രോൾ നിങ്ങൾ രണ്ടുപേരും ഉറങ്ങിയാൽ പിന്നെ വിമാനം അങ്ങനെ ഓടും? അതാണ്, രണ്ടാൾ ഉറങ്ങില്ല, ഒരാൾ ഉറങ്ങും. അപ്പോൾ ഞങ്ങൾക്കൊരു കൺട്രോൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹ്യൂമൻസിൽ നമ്മളെല്ലാവരും റെസ്റ്റ് ചെയ്യണ്ടല്ലേ, എസ്പെഷ്യലി നൈറ്റ് ഫ്ലൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ രാത്രി മൊത്തം എണീച്ച് നിൽക്കണ്ടേ. അപ്പം ഈ കൺട്രോൾ റെസ്റ്റ് വെച്ചാൽ നമുക്ക് ബെറ്റർ പെർഫോം ചെയ്യാൻ വേണ്ടി, നമ്മൾ കുറച്ചും കൂടി അലേർട്ട് ആവാൻ വേണ്ടിയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ നമ്മൾ 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ 40 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ എണീക്കും, അവയ്ക്ക് നിൽക്കും, ഒരാൾ ഉറങ്ങും. പക്ഷേ ഞങ്ങൾ വീണ്ടും സേഫ്റ്റിക്ക് വേണ്ടി ക്യാബിൻ ക്രൂ എല്ലാ 10 മിനിറ്റ് വിളിക്കും. എണീച്ച് ലൈക്ക് അവേക്കായ ആൾ, അപ്പോൾ അയാൾ പറയും ഓക്കെ ഇനി അടുത്ത 10 മിനിറ്റ് വീണ്ടും വിളിക്കാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ക്യാബിൻ ക്രൂ വന്നിട്ട് ഉണർന്നിരിക്കുന്ന ആളെ ഓരോ 10 മിനിറ്റിലും വിളിക്കും. നമ്മളെ Okay. PA അഡ്രസ് സിസ്റ്റമിൽ Okay. വിളിക്കും കോക്പിറ്റിൽ. നമ്മുടെ ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട്. ഞാൻ അടുത്തിരുന്ന് ഉറങ്ങിയാൽ അശുദ്ധ ഉറങ്ങും. അതാണ് ഉറക്കം ഇങ്ങനെ പകർച്ചവ്യാധി പോലെ പിടിക്കും. അതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റേ അവേക്ക് ആവും. അപ്പോൾ ഈ കൺട്രോൾ റെസ്റ്റ് വെച്ചിട്ട് ആദ്യം നമ്മൾ പിന്നെ 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യും. പിന്നെ ഓരോരോ ടൈം വെച്ചിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. ചില റൂട്ട് പോകുമ്പോൾ ഞങ്ങൾ റെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് ചില മലേൻ്റെ മേലെ കൂടെയൊക്കെ പോകുമ്പോൾ അപ്പോൾ കുറച്ച് രണ്ടാളും അലേർട്ടായി നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ റൂട്ട് കൂടെ പോവുകയാണെങ്കിൽ രണ്ടാളും ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഓരോരോ സ്ഥലത്ത് നമുക്ക് റെസ്റ്റ് അലൗഡ് അല്ല. ആ സമയത്ത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യും. ഈ സമയത്ത് ഇവിടെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ. ഇതിന് ഓട്ടോ പൈലറ്റ് സംവിധാനമില്ലേ? അതെ. അതെങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപാളും ഒന്നും ചെയ്തില്ലെങ്കിലും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമോ? അതെ, ഓട്ടോമേഷൻ വെച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങളെ മെയിൻ ജോബ് ഓട്ടോ പൈലറ്റിനെ മോണിറ്റർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഞങ്ങളാണ് ചെയ്യുക. പക്ഷേ ക്രൂസിലെ സമയത്ത് ഓട്ടോ പൈലറ്റാണ് എപ്പോഴും ഓൺ ആയി നിൽക്കും. അപ്പോൾ ഓട്ടോ പൈലറ്റാണ് ഒക്കെ മോണിറ്റർ ചെയ്യുന്ന, ഒക്കെ നമ്മളെ സിസ്റ്റംസ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന കാരണം ഓട്ടോ പൈലറ്റ് എന്തെങ്കിലും പ്രശ്നമായാൽ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് എന്നാൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോകും. സോ അതാണ് ഓട്ടോമേഷൻ ഞങ്ങൾക്കൊരു അസിസ്റ്റൻസ് മാതിരിയാണ്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പ്ലെയിനെ ബെറ്റർ ചെയ്യാൻ. അതാണ്. ഞാനിപ്പോൾ ഒരു മണ്ടൻ ചോദ്യം ചോദിക്കട്ടെ. ഈ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് സൈൻ ബോർഡ് കാണാം, ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകാം. അതെ. നിങ്ങൾ എങ്ങനെ ഈ വിമാനം പറപ്പിക്കും ആകാശത്തോടെ? ഞങ്ങളും ഒരു മാപ്പ് മാതിരിയാണൊരു സിസ്റ്റം ഉണ്ട്. ഞങ്ങൾക്കൊരു മേലെ നമുക്ക് ഹൈവേ മാറി, താഴെ ഒരു ഹൈവേ മാറി, മേലെ നമുക്കൊരു ഹൈവേ ഉണ്ട്. മുകളിൽ വിമാനത്തിന് റൂട്ട്സ് എയർ റൂട്ട്സ് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ വേ പോയിന്റ്സ് വെച്ച് ഞങ്ങൾ സെറ്റപ്പ് ചെയ്യും ഞങ്ങളെ സിസ്റ്റത്തിൽ വെച്ചിട്ട്. അപ്പോൾ പ്ലെയിന് A to B ആ റൂട്ട് തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ നോർമലി നമ്മൾ 3 ടൈപ്പ് നാവിഗേഷനൊക്കെ ഉണ്ട്. IRS വെച്ചാൽ ജൈറോസ്കോപ്പ് വെച്ചുള്ള നാവിഗേഷൻ ഉണ്ട്, പിന്നെ GPS വെച്ചുള്ള നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള വേറൊരു നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫുള്ള് ഒക്കെ പ്രിസൈസ് ലൊക്കേഷനൊക്കെ ആയിട്ട് A to B എത്താൻ പറ്റുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്സ് ചെയ്യുന്ന മാതിരി തന്നെ സെയിം ഫോളോ ചെയ്യും. ഇപ്പോൾ ഈ GPS-ൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ വലിയ വാർത്തയൊക്കെ വരുന്നുണ്ട്, GPS സ്പൂഫിങ്ങിൻ്റെ കാര്യം. അതെ. അതെന്താ സംഭവം? ശരിക്കും എന്താ പ്രശ്നം? GPS സ്പൂഫിങ്ങും ജാമിങ്ങും. GPS ജാമിങ് വെച്ച് നമ്മളെ ലൊക്കേഷന് ഫേക്കായിട്ട് കാണിക്കും. ഒരു 3 കോർഡിനേറ്റ്സ് വെച്ചാണ് നമ്മളൊരു പൊസിഷൻ കിട്ടുക. ഇപ്പോൾ ABC വെച്ചിട്ട് നടുക്കിലത്താണ് നമ്മളെ പൊസിഷൻ. അപ്പോൾ ഈ GPS ജാമിങ് വെച്ചാൽ നമ്മൾ വേറൊരു കോർഡിനേറ്റും കൂടി വെക്കും. അപ്പോൾ നമ്മളെ പൊസിഷൻ മാറിപ്പോവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ 3 ടൈപ്പ് നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ IRS വെച്ചാൽ അത് നമ്മളെ പൊസിഷൻ വെച്ചിട്ടാണ് ചെയ്യുക. GPS ഒരു അസിസ്റ്റൻസ് മാതിരിയാണ്. അപ്പോൾ ഞങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ IRS മാത്രം ഉപയോഗിക്കും. പിന്നെ ഞങ്ങൾക്ക് GPS ഇല്ലാണ്ട് തന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റും. IRS മാത്രം വെച്ചിട്ട് ഞങ്ങൾ ഫ്ലൈ ചെയ്യും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കുറേ വർഷങ്ങൾ ലൈക്ക് 15, 20, 30 ഇയേഴ്സ് ബാക്കൊക്കെ IRS വെച്ചിട്ടാണ് എല്ലാവരും ഫ്ലൈ ചെയ്യുന്നത്. GPS ഇപ്പോൾ പുതിയതായി വന്നുകൊണ്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടും. ഈ GPS ജാമിങ്ങും സ്പൂഫിങ്ങും ഞങ്ങൾക്ക് ഓൾറെഡി യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഓരോ സ്ഥലത്ത് ലാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും റീസെറ്റ് ചെയ്യും ഞങ്ങളുടെ പൊസിഷൻ. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അശ്വതിന്? ഞങ്ങൾക്ക് എപ്പോഴും റഷ്യ പോകുമ്പോൾ ഇപ്പോൾ UAE എപ്പോഴും GPS ജാമിങ്ങും സ്പൂഫിങ് ഉണ്ട്. ഇപ്പോൾ ഈ വാറിലെ സമയത്ത് GPS ലൊക്കേഷൻ വെച്ചാൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് അറിയാം ഇപ്പം ഓക്കെ ഈ സ്ഥലത്ത് GPS ജാമിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അറിയാം എന്താ പ്രൊസീജിയർ ചെയ്യേണ്ടതെന്ന്, എന്താ സിസ്റ്റംസ് വെച്ച് ഓക്കെ സിസ്റ്റംസ് ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പം നമ്മൾ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ വാഹനങ്ങൾക്ക് റോഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊരു റൂട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ മറ്റ് വിമാനങ്ങളുമായി നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ്? നമ്മൾ കാണാൻ പറ്റുമോ? കാണാവുന്ന അകലത്തിൽ വിമാനങ്ങൾ വരുമോ? മുകളിലും താഴെയും ഞങ്ങൾ എല്ലാ വിമാനം നമ്മൾ ഇന്ത്യ റൂട്ട് തന്നെ നമുക്ക് നോക്കാം. ഇത് UAE ടു മിഡിൽ ഈസ്റ്റ് മുതൽ ഇന്ത്യ കണക്ട് ചെയ്യുന്ന ഒരു റൂട്ട് ഉണ്ട്. അതാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ റൂട്ട് ഉണ്ട്. അത് വൺ ഓഫ് ദ ബിസിയസ്റ്റ് റൂട്ടാണ് ഈ ലോകത്ത് മൊത്തം. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് റഡാർ നോക്കിയാൽ അത് ഫുൾ ബിസി ആയിരിക്കും എപ്പോഴും. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാ എയർക്രാഫ്റ്റ്സും 1000 ഫീറ്റ് സെപ്പറേഷൻ വെച്ചിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. 1000 അടി വ്യത്യാസം ഉണ്ടാവും. 1000 അടി വ്യത്യാസം ഉണ്ടാവും മുകളിലായിട്ട് പോകാം. പക്ഷേ അതാണ് നമ്മൾ റൂട്ട് ഈസ്റ്റിലേക്ക് പോകുന്ന റൂട്ട്
2000 ലൈക്ക് 2000 ഓൾട്ടിറ്റ്യൂഡ് വെച്ച ഡിഫറൻസ് ഉണ്ടാവുക. ഉം. അപ്പോൾ ഇപ്പോൾ രണ്ടാൾ ഈസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ 2000 അടി ഡിഫറൻസ് ഉണ്ടാവും. ഉം. പക്ഷെ ഒരാൾ വെസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ അയാൾക്ക് 1000 അടി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഒരു 3 പേര് ആണെങ്കിൽ രണ്ടാൾ ഇങ്ങോട്ട് പോവും, ഒരാൾ ഇങ്ങോട്ട് പോവും. ഉം. അപ്പോൾ നമുക്ക് തീരെ കൊളീഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നു, വിമാനങ്ങൾ നേർക്ക് നേരെ വന്നു എന്നൊക്കെ. അതെങ്ങനെയാ പറ്റുക, സംഭവിക്കുക? അത് നമ്മളിപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ട് അടുത്ത് ചില റൂട്ട്സ് ഉണ്ടാവും അങ്ങനെ അടുത്തോട്ടേക്ക് വരുമ്പോൾ. അപ്പോൾ അത് എക്സാക്ട്ലി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർമലി എയർക്രാഫ്റ്റ് അടുത്താണ് ഞങ്ങൾ സിസ്റ്റം പറയും, ഓക്കെ എയർക്രാഫ്റ്റ് അടുത്തുണ്ട്, അപ്പോൾ നമ്മളൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം അവോയ്ഡ് ചെയ്യാൻ, കൊളീഷൻ അവോയ്ഡ് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ എയർക്രാഫ്റ്റ് കൊളീഷൻ അങ്ങനത്തെ പറ്റില്ല. പിന്നെ സിസ്റ്റംസ് ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ ATC ഉണ്ട്, എപ്പോഴും വാച്ച് ചെയ്യണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ എയർക്രാഫ്റ്റ് അങ്ങനെ ക്ലോസ് ആയിട്ട് അതിൻ്റെ എക്സാക്റ്റ് അങ്ങനെ മനസ്സിലായില്ല. അങ്ങനെ ചില വാർത്തകൾ ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു വാർത്ത, നമ്മുടെ US പ്രസിഡന്റ് ട്രംപ് പോകുമ്പോൾ അതിന് നേരെ ഹെലികോപ്റ്റർ വന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വന്നിരുന്നു. ഹെലികോപ്റ്റർ അതൊക്കെ ലൈക്ക് നോർമലി അതൊക്കെ പോലെ സെക്യൂരിറ്റി അല്ല, അത് വേറെ ഡിവിഷനാണ്. US പ്രസിഡൻസിന്റെ മിലിറ്ററി സെക്യൂരിറ്റി, അത് എസ്കോർട്ടൊക്കെ. അല്ലേ, എസ്കോട്ട് അല്ല, അത് സ്ട്രെയിഞ്ച് ആയിട്ട് വന്നതാണ്. അതിനെക്കുറിച്ച് എൻക്വയറി നടക്കുക. ഓക്കെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് മെയിൻലി സെക്യൂരിറ്റി ബ്രീച്ച് അതെ അതെ അതെ, അങ്ങനത്തെ എന്തോ ഒരു കുഴപ്പമുണ്ടായി. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ രാത്രി പറക്കാന്നിരിക്കട്ടെ, മുകളിൽ ആകാശം, താഴെ കടൽ, ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ ഈ പകലാണെങ്കിൽ പോലും ഈ മേഘങ്ങൾ മാത്രം കാണാം. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ബോറടിക്കല്ലേ? ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ കാലം ഒരു ക്യാപ്റ്റനോട് സംസാരിക്കും. പിന്നെ നമുക്ക് 5-6 ക്യാബിൻ ക്രൂ ഉണ്ടല്ലോ, അതുപോലെ ഓരോരായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കും, കഥ പറയും, ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾക്ക് സിസ്റ്റംസ് എപ്പോഴും മോണിറ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങും. അപ്പം ഇങ്ങനെ കുറേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇങ്ങനെ. നിങ്ങൾ ഉറങ്ങുന്നൊക്കെ ഉണ്ട്, ഉണ്ട്. ഞങ്ങളിനി ഉറങ്ങാതിരിക്കണം. അങ്ങനെയല്ല. പിന്നെ ചില സമയത്ത് ബോറടിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പഠിക്കും. ഞങ്ങളെ സിസ്റ്റംസ് ഉണ്ട്, അതെപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ നല്ല കാര്യമാണ്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ല, ഇതിനകത്ത് നമുക്ക് ഭയം തോന്നുമോ ചിലപ്പം? ഇല്ല, ഭയം ഉണ്ടെങ്കിൽ ആ സീറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അധികാരമില്ല. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭയം ഉള്ളവർക്ക് പറ്റിയ പണിയല്ല, അല്ലേ? ഭയം നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. കുറേ ട്രെയിനിങ് ചെയ്ത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ, പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പാഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്.